ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഓരോ മനുഷ്യന്റെ ഉള്ളിലും ഒരു പൂന്തോപ്പുണ്ട്. ചിലപ്പോൾ അത് വർണ്ണാഭമായ പൂക്കളാൽ നിറഞ്ഞിരിക്കും. സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയും സുഗന്ധം അവിടെ നിറയും. എന്നാൽ മറ്റു ചിലപ്പോൾ ദുഃഖത്തിന്റെ കരിയിലകളും നിരാശയുടെ മുള്ളുകളും ആ പൂന്തോപ്പിൽ വളർന്നേക്കാം. പെട്ടെന്ന് ഫീൽ ചെയ്യുന്നവരുടെ ഹൃദയം ഒരുപക്ഷെ ഈ പൂന്തോപ്പിനെ കൂടുതൽ തീവ്രമായി അനുഭവിക്കുന്ന ഒരിടമായിരിക്കാം. ചെറിയൊരു കാറ്റിൽ പോലും അവരുടെ ഇലകൾ വിറകൊള്ളുകയും ഒരു മഴത്തുള്ളി പോലും ഒരു വലിയ ദുഃഖമായി പെയ്തിറങ്ങുകയും ചെയ്യാം. എന്നാൽ ഓർക്കുക, ഈ പൂന്തോപ്പിനെ എങ്ങനെ പരിപാലിക്കണം എന്നത് നമ്മുടെ കൈകളിലാണ്. വിഷാദത്തിന്റെ കരിയിലകൾ പറിച്ചെറിയാനും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും വിത്തുകൾ നടാനും നമുക്ക് കഴിയും. നമ്മളിൽ പലരും ഒരുപക്ഷെ പെട്ടെന്ന് കാര്യങ്ങളെ ആഴത്തിൽ സ്പർശിക്കുന്നവരായിരിക്കാം. മറ്റുള്ളവരുടെ ചെറിയ വാക്കുകൾ പോലും ഒരു കൊടുങ്കാറ്റ് പോലെ നമ്മുടെയൊക്കെ മനസ്സിൽ ആഞ്ഞടിച്ചേക്കാം. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ ഒറ്റയ്ക്കല്ല. ഈ ലോകത്ത് നമ്മളെപ്പോലെ ഒരുപാട് ആളുകൾ ഇത്തരത്തിലുള്ള ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. എൻ്റെ ജീവിതത്തിലും ഇങ്ങനെയുള്ള ധാരാളം നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചിലരുടെ വാക്കുകൾ ഒരു മുറിവ് പോലെ എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. ചില അനുഭവങ്ങൾ ഒരു ഭാരം പോലെ എന്നെ തളർത്തിയിട്ടുണ്ട്. എന്നാൽ ഓരോ തവണയും ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി. എൻ്റെ വികാരങ്ങളെ ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിലാണ് എൻ്റെ സന്തോഷം ഇരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളുമായി ചില ചിന്തകളും ചില പരിഹാരങ്ങളും പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. പെട്ടെന്ന് ഫീൽ ചെയ്യുന്ന ഒരാൾക്ക് എങ്ങനെ ഈ ലോകത്തെ കൂടുതൽ ധൈര്യത്തോടെയും സന്തോഷത്തോടെയും നേരിടാമെന്ന് നമുക്ക് ഒരുമിച്ച് പഠിക്കാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാന കാര്യങ്ങളാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്. ഓക്കെ, ഒന്നാമത്തത്, നിങ്ങളുടെ വികാരങ്ങളെ അംഗീകരിക്കുക. ആദ്യമായി ചെയ്യേണ്ടത് നിങ്ങളുടെ വികാരങ്ങളെ അംഗീകരിക്കുക എന്നതാണ്. ഞാനിങ്ങനെ ഫീൽ ചെയ്യാൻ പാടില്ല എന്ന് സ്വയം പറയുന്നതിന് പകരം എനിക്കിപ്പോൾ സങ്കടം തോന്നുന്നു അല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരുന്നെന്ന് തുറന്നു പറയുക. വികാരങ്ങളെ അംഗീകരിക്കുന്നത് അവയെ നിയന്ത്രിക്കാനുള്ള ആദ്യ പടിയാണ്. മറ്റൊന്ന്, വികാരങ്ങളുടെ ഉറവിടം കണ്ടെത്തുക. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വികാരം തോന്നുന്നത് എന്ന് ചിന്തിക്കുക. ആരുടെയെങ്കിലും വാക്കുകളാണോ, ഏതെങ്കിലും പ്രത്യേക സാഹചര്യമാണോ നിങ്ങളെ അസ്വസ്ഥമാക്കുന്നത്? കാരണം കണ്ടെത്തിയാൽ ആ സാഹചര്യത്തെ എങ്ങനെ നേരിടണമെന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. അതുപോലെ തന്നെ സ്വയം സ്നേഹിക്കുക. അതായത് നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുക. നിങ്ങളുടെ പോരായ്മകളെയും തെറ്റുകളെയും അംഗീകരിക്കുക. എല്ലാവർക്കും തെറ്റുകൾ സംഭവിക്കാം. അതിൽ നിന്ന് പഠിച്ച് മുന്നോട്ട് പോവുക എന്നതാണ് പ്രധാനം. അതേപോലെ തന്നെ പോസിറ്റീവ് ചിന്തകൾക്ക് പ്രാധാന്യം നൽകുക. നെഗറ്റീവ് ചിന്തകൾ നിങ്ങളെ കൂടുതൽ തളർത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധ നല്ല കാര്യങ്ങളിലേക്ക് മാറ്റുക. നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന ഓർമ്മകളെക്കുറിച്ച് ചിന്തിക്കുക. ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക. അതേപോലെ സംസാരിക്കുക. നിങ്ങളുടെ വികാരങ്ങളെക്കുറിച്ച് വിശ്വസ്തരായവരുമായി സംസാരിക്കുക. ഒരു നല്ല സുഹൃത്തോ കുടുംബാംഗമോ അല്ലെങ്കിൽ ഒരു ഉപദേഷ്ടാവോ ആകട്ടെ, നിങ്ങളുടെ മനസ്സിലുള്ളത് തുറന്നു പറയുന്നത് ഒരു വലിയ ആശ്വാസമാകും. പിന്നൊരു കാര്യമാണ് ശ്വസന വ്യായാമങ്ങൾ. ശരിയായ ശ്വസനം നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കും. ദീർഘമായി ശ്വാസമെടുക്കുകയും സാവധാനം പുറത്തുവിടുകയും ചെയ്യുന്നത് നിങ്ങളുടെ ഹൃദയമിടിപ്പ് കുറയ്ക്കുകയും മാനസിക സമ്മർദ്ദം ഇല്ലാതാക്കുകയും ചെയ്യും. മറ്റൊന്നാണ്, നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ചെയ്യുക. നിങ്ങളുടെ ഹോബികൾക്കും താല്പര്യങ്ങൾക്കും സമയം കണ്ടെത്തുക. പാട്ട് കേൾക്കുക, നൃത്തം ചെയ്യുക, ചിത്രം വരയ്ക്കുക, പൂന്തോട്ടം നിർമ്മിക്കുക തുടങ്ങി നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന എന്ത് കാര്യവും ചെയ്യുന്നത് നിങ്ങളുടെ മാനസികാവസ്ഥയെ മെച്ചപ്പെടുത്തും. മറ്റൊരു കാര്യമാണ് സഹാനുഭൂതിയോടുകൂടി മറ്റുള്ളവരെ നോക്കിക്കാണുക. മറ്റുള്ളവരുടെ വാക്കുകളും പെരുമാറ്റങ്ങളും അവരുടെ പശ്ചാത്തലത്തെയും സാഹചര്യങ്ങളെയും ആശ്രയിച്ചിരിക്കാമെന്നോർക്കുക. എല്ലാവരും അവരവരുടെ രീതിയിൽ പോരാടുകയാണ്. പിന്നീട് ക്ഷമിക്കാൻ പഠിക്കുക. നിങ്ങളെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കാൻ പഠിക്കുന്നത് നിങ്ങളുടെ മനസ്സിന് ശാന്തി നൽകും. ക്ഷമ എന്നത് മറ്റൊരാൾക്ക് വേണ്ടിയുള്ളതല്ല, അത് നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. സഹായം തേടാൻ മടിക്കരുത്. അതായത് നിങ്ങൾക്ക് ഈ അവസ്ഥയെ ഒറ്റയ്ക്ക് നേരിടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു മാനസികാരോഗ്യ വിദഗ്ധന്റെ സഹായം തേടാൻ മടിക്കരുത്. അവർക്ക് നിങ്ങളെ ശരിയായ രീതിയിൽ സഹായിക്കാൻ കഴിയും. ഓർക്കുക, നിങ്ങളുടെ വികാരങ്ങൾ നിങ്ങളെ ദുർബലരാക്കുന്നില്ല, മറിച്ച് നിങ്ങൾ എത്രത്തോളം ആഴത്തിൽ കാര്യങ്ങളെ മനസ്സിലാക്കുന്നു എന്ന് കാണിക്കുന്നു. ഈ ലോകത്ത് സ്നേഹിക്കാനും വേദനിക്കാനും കഴിവുള്ളൊരു ഹൃദയം നിങ്ങൾക്ക് സ്വന്തമായുണ്ട്. ആ ഹൃദയത്തെ സംരക്ഷിക്കാനും പരിപോഷിപ്പിക്കാനും നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഈ ചിന്തകൾ നിങ്ങൾക്കൊരു പ്രചോദനമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. സന്തോഷത്തോടെ മുന്നോട്ട് പോകുക.